വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ അളവുകളും യൂണിറ്റുകളും അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്. ഇംഗ്ലീഷ് മീഡിയക്കാരെന്താ ഞങ്ങളെ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്, മലയാളം മീഡിയക്കാർക്ക് അളവുകളും യൂണിറ്റുകളും. ടെസ്റ്റ് എല്ലാവർക്കും കിട്ടിയോ നിങ്ങളെ? നമ്മൾ വളരെ കുറച്ച് നമ്മൾ ബാക്കിയുള്ള ചാപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറേശ്ശെ നോട്ട് തരാം നിങ്ങളെ. നിങ്ങൾ അതിരുന്ന് പഠിക്കണം. വാരി വലിച്ച് ഞാനിപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് കുറച്ചേ കാണത്തുള്ളൂ, എഴുതി എടുക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആൻസർ വീതമാണ് നമ്മുടെ. ഇപ്പോൾ ആദ്യത്തെ പാർട്ട് 1 10 ക്വസ്റ്റ്യൻ ആൻസർ, അടുത്ത പാർട്ടിൽ ബാക്കി 10, അങ്ങനെ നമുക്കൊരു 3-4 പാർട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ തീർക്കാം. എങ്ങനെയാ? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കത്തില്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ നിന്നാണല്ലോ നിങ്ങൾ 7ാം ക്ലാസ്സിൽ നമ്മൾ സയൻസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അതുപോലെ നിങ്ങൾ ഇതിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾ കേട്ടോ. വേറെ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി അതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠം എന്താണ്? അളവുകളും യൂണിറ്റുകളും, മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്. ടെസ്റ്റ് കിട്ടിയോ നിങ്ങളെ? നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടാത്തവരും വല്ലതും ഉണ്ടോ? നമ്മുടെ ടെസ്റ്റ് കണ്ടേ, ഇതാണ് ടെസ്റ്റ് കേട്ടോ. അടിസ്ഥാന ശാസ്ത്രം മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് മലയാളം മീഡിയം ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഇംഗ്ലീഷിലാവും നിങ്ങളെ പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട്, മലയാളത്തിലും തന്നിട്ടുണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് അളവുകളും യൂണിറ്റ്സുകളും എന്ന് വെച്ചാൽ എന്താണ്? മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ് കേട്ടോ. അതിൻ്റെ ഒന്നാമത്തെ നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. നോക്കൂ നിങ്ങളെ, ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാണാൻ പറ്റുന്നല്ലോ. ഈ കാറിൽ ഒരാൾ അവിടെ നിന്ന് പറയാം, നോക്കിയേ, ഈ കാറിൻ്റെ എൻജിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലും നിർമ്മിച്ചതാണ്. പുള്ളിക്കാരൻ അവിടെ എന്താ പറഞ്ഞത്? നോക്കിയതാണ്ട് ഈ കാർ കണ്ടോ, ഈ കാറിൻ്റെ എൻജിൻ എവിടെ? ജപ്പാനിൽ, പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളോ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് 2 പിള്ളേർ നിൽപ്പുണ്ടല്ലേ. എന്തെങ്കിലും ഒന്ന് പറയുമ്പം ഇവർ കയറി പറയുമല്ലോ അല്ലേ. പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെ കൃത്യമായിട്ട് യോജിപ്പിക്കുവാൻ കഴിയും? പല രാജ്യങ്ങളിൽ നിന്നായത് ഉണ്ടാക്കിയെങ്കിൽ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് യോജിപ്പിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം ആ കൊച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ കുട്ടിയുടെ സംശയം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചോ നിങ്ങളെ? നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടോ? നമുക്ക് സംശയമൊന്നുമില്ല അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ നിങ്ങളെ? അത് നിഗമനങ്ങൾ എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കാറുണ്ട് അല്ലേ. ഇത്തരം അളവുകളെ നമ്മൾ ഭൗതിക അളവുകൾ എന്ന് പറയുന്നു. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പം പറയാൻ കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ദൈനംദിന ജീവിതം എന്നുള്ളത് ആ ഭൗതിക അളവുകൾ വരെ ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്. അതുപോലെ നോക്കി, താഴെ തന്നിരിക്കുന്ന ജീവിത സന്ദർഭങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഓരോന്നിലും ഭൗതിക അളവുകൾ കണ്ടെത്തൂ എന്ന പിക്ചർ തന്നിട്ടുണ്ട്. അതിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും നോക്കിയേ, പടം അതുപോലെ തന്നെയാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെ ഭൗതിക അളവ് എന്നാൽ എന്താണ്? ഇൻ ഡെയിലി ലൈഫ്, ഇംഗ്ലീഷ് മീഡിയക്കാരെ നോക്കി കുഞ്ഞുങ്ങളെ, ആ ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡെയിലി ലൈഫ് ടു സോൾവ് പ്രോബ്ലംസ് ലൈക്ക് ദീസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഫിനോമിന നീഡ് ടു ബി മെഷേർഡ് ആൻഡ് stated such measurement are physical quantities. നിങ്ങൾക്ക് വാക്കുകൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുത്ത് പറയുന്നത് ഇൻ ഡെയിലി ലൈഫ് ടു സോൾവ് പ്രോബ്ലംസ് ലൈക്ക് ദീസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഫിനോമിന നീഡ് ടു ബി മെഷേർഡ് ആൻഡ് സ്റ്റേറ്റഡ്. സച്ച് മെഷർമെൻ്റ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുക്കണേ നിങ്ങളെ. മലയാളം മീഡിയക്കാർ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള ലൈക്ക് ദീസ് പ്രോബ്ലംസ്, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, സോൾവ് ചെയ്യുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും, പ്രതിഭാസം എന്നുള്ളതിനാവും കുഞ്ഞുങ്ങളെ ഫിനോമിന, PHE കേട്ടോ, ഫിനോമിന എന്ന് പറയത്തില്ലേ. വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ അളന്ന് മെഷർ എന്ന് വെച്ചാൽ അളക്കുക, അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട്. ഇത്തരം സച്ച് മെഷർമെൻറ്റ്, ഇത്തരം അളവുകളാണ് ഭൗതിക അളവുകൾ. നമ്മളുടെ പാഠത്തിൻ്റെ പേര് തന്നെ അളവുകളും യൂണിറ്റുകളും എന്നാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പാഠത്തിനകത്തിൽ അളവുകളെക്കുറിച്ചാണ് ഞങ്ങളെ പഠിക്കേണ്ടത്. തിയറിയായിട്ട് ഇത് എന്താണെന്നും അതിൻ്റെ യൂണിറ്റുകൾ എന്താണെന്നും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് കേട്ടോ.
മനസ്സിലാവുന്നുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എന്താണ് ഞാൻ ഓരോന്നിനെ കുറിച്ച് പറയാം. ഒന്നാമത്തെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് കേട്ടോ, അതെന്താണെന്ന് പഠിക്കണം നിങ്ങൾ. എന്തൊക്കെയാ ഫിസിക്കൽ ക്വാണ്ടിറ്റി? നമ്മൾ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത് വസ്തുക്കളുടെയോ പ്രതിഭാസങ്ങളുടെയോ സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട്. ഇത്തരം അളവുകളെയാണ് ഭൗതിക അളവുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കടയിൽ പോയി 1 കിലോ അരി അല്ലേ, 1 കിലോ പഞ്ചസാര, അപ്പോൾ അതൊക്കെ കിലോ കണക്കിനല്ലേ കുഞ്ഞുങ്ങളെ പറയുന്നത്. അതെ, 1 പഞ്ചസാര 1 അരി എന്നൊന്നോ പറയുന്നത് അല്ലെ 5 കിലോ അരി അല്ലെ 10 കിലോ അരി, അതെല്ലാം നമ്മൾ എന്താണ്, അതൊരു അളന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതൊരു ക്വാണ്ടിറ്റി, അതായത് അളന്ന് പ്രസ്താവിക്കേണ്ടതാണ് നമ്മളത്. ഇപ്പോൾ പഞ്ചസാര നമ്മൾ എന്നിട്ട് പഞ്ചസാര കടയിൽ ചെന്നിട്ട് എനിക്ക് പഞ്ചസാര താ എന്നാണോ കുഞ്ഞുങ്ങളെ പറയുന്നത്? ഒരു പച്ചക്കറി കടയിൽ ചെന്നിട്ട് എനിക്ക് പച്ചക്കറി താ എന്നാണോ പറയുന്നത്? നമ്മൾ അതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞു കൊടുക്കണം. നമുക്ക് 1 കിലോ വെണ്ടയ്ക്ക വേണം, 1 കിലോ തക്കാളിക്ക വേണം എന്നൊക്കെ നമ്മൾ അല്ലെ 5 കിലോ കുഞ്ഞുങ്ങളെ റവ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എന്താണോ വേണ്ടുന്നത് അതിൻ്റെ അളന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള അളവുകളാണ് എന്താ പറയുന്നത്, ഭൗതിക അളവുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. മനസ്സിലാവും നിങ്ങളെ? ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കണം ഒന്നാമത്തത്, മലയാളംകാർ മലയാളം എഴുതിയെടുക്കണം. ഓക്കെയാണോ? അത് ഒന്നാമത്തെ ഓക്കെയാണോ നിങ്ങളെ? രണ്ടാമത്തെ നോക്കിക്കേ, നിങ്ങൾ കണ്ടെത്തിയ അളവുകൾ. നമ്മളിപ്പോൾ പല അളവുകൾ കണ്ടെത്തി എന്ന് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇപ്പോൾ പഞ്ചസാരയായാലും ഗോതമ്പ്, പിന്നെ തേയില, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, പിന്നെ എന്തെങ്കിലുമൊക്കെ അതുപോലെ ലിക്വിഡായിട്ടുള്ളതെല്ലാം ലിറ്ററിലായിരിക്കും നമ്മൾ എടുക്കുന്നത് കേട്ടോ. ലിക്വിഡ് എന്ന് വെച്ചാൽ വെള്ളം പോലെ ഇരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ, മണ്ണെണ്ണ, പെട്രോള്, ഇതൊക്കെ നമ്മൾ ലിറ്ററിലാണ്. വെള്ളമല്ലേ, ലിക്വിഡല്ലേ, ലിക്വിഡൊക്കെ നമ്മൾ ലിറ്ററിലായിരിക്കും കേട്ടോ. പിന്നെ അരി, ഇതൊക്കെ എന്താണ്, നമ്മൾ കിലോയിലാണ്, കിലോഗ്രാമിലാണ്. ഇതൊക്കെ ഇനി അങ്ങോട്ട് നമ്മൾ യൂണിറ്റ് പഠിക്കാൻ പോവുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയണേ നിങ്ങൾ. ഇങ്ങനെയുള്ള അളവുകൾ നമ്മൾ പട്ടികയിൽ രേഖപ്പെടുത്തും. താഴെ കുറേ പടം കൊടുത്തിട്ടുണ്ട്, അതാണ് സംഭവം. നോക്കണേ ഉള്ളൂ. സിറ്റുവേഷൻ ഇവിടെ കണ്ടെത്തുന്ന പട്ടികയിൽ രേഖപ്പെടുത്തുക. ഇംഗ്ലീഷുകാർ നോക്കിക്കേ, സിറ്റുവേഷനും ഇപ്പുറത്തെ പേജിൽ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ പടം നിങ്ങൾ നോക്കിക്കേ. ഒരാൾ എന്തെടുക്കും, ഇവിടോട്ട് നോക്കിയേ, കുഴിയുടെ പടം നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ടോ നിങ്ങളെ? അഥവാ ഇല്ലെങ്കിൽ തന്നെ നോക്കിക്കേ, ഒരാൾ താഴോട്ട് കുഴിച്ചിട്ട് ആ കുഴിയുടെ അളവെടുക്കുക കേട്ടോ. അദ്ദേഹത്തിൻ്റെ ടേപ്പാന്ന് തോന്നിയിരിക്കുന്നത്. പോട്ട് വെച്ചിട്ട് അളവെടുക്കുക. ഇവിടെ നോക്കിക്കേ, ത്രാസിൽ വെച്ചിട്ട് തക്കാളിക്കയുടെ മെഷർ എടുക്കുക. അളവ് തക്കാളിക്ക എത്ര ഉണ്ടെന്ന് 3.5 kg, 3.5 കിലോയാണ് തക്കാളിക്ക. ഇവിടെ നോക്കിയേ, ഒരു തയ്യൽക്കാരനാണ് അല്ലേ, ടൈലർ. അദ്ദേഹം കയ്യുടെ മെഷർ എടുക്കുക, കയ്യുടെ ഷർട്ടിൻ്റെ കയ്യുടെ അളവെടുക്കുക. ഇതൊക്കെ നമുക്ക് പടം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എങ്ങനെ എഴുതും? നിങ്ങളുടെ അപ്പുറത്തെ പേജിൽ നോക്കി കുഞ്ഞുങ്ങളെ, തൊട്ടിപ്പുറത്തെ പേജ് നമ്പർ 8 എടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അടുത്തത് നോക്കിക്കേ, ഓട്ട മത്സരമാണ് അല്ലേ. ഓട്ട മത്സരത്തിൽ ഇത് കയ്യിരിക്കുന്നതെന്ന് അറിയും. ഇതിനെ സ്റ്റോപ്പ് വാച്ച് എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ? സ്റ്റോപ്പ് വാച്ച് എന്ന് വെച്ചാൽ എപ്പോഴാണോ ഓടാൻ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ അതേ ഞെക്കും. ഇവിടെ ഞെക്കുന്ന സാധനമുണ്ട്. അതേ ഞെക്കുമ്പം അത് റണ്ണിങ് അല്ലോ, അത് ഓടിത്തുടങ്ങും. അന്നേരം ഇതെന്താ, ഓടുന്ന ആൾ ഓടിക്കോണം കേട്ടോ. അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇത് സ്റ്റോപ്പ് വാച്ചാണ്. എപ്പോഴാണോ അത് നിർത്തുന്നത് അപ്പം നിർത്തണം കേട്ടോ. ഓട്ട മത്സരമൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ നിങ്ങളെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകൾ ഏതൊക്കെയാണ്? ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ നിങ്ങൾ. എന്തായാലും ഇത്രയും പേര് കാണുന്നുണ്ടല്ലോ, നമുക്ക് ഓരോ എന്തായാലും ഒന്ന് ഇട്ടേരെ. കാരണം നമ്മളിവിടെ ഒരു ഓട്ട മത്സരം കാണുന്നുണ്ടല്ലേ. സ്റ്റോപ്പ് വാച്ചിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. സ്റ്റോപ്പ് വാച്ച് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാ ഗെയിമിനും കാണും ഓരോ ടൈമിങ് അല്ലേ. അപ്പം സ്റ്റോപ്പ് വാച്ച് ആണെന്ന് അറിയാൻ വേണ്ടിയാണ്. അടുത്ത നോക്കിക്കേ, അദ്ദേഹത്തിൻ്റെ പ്രഷർ നോക്കുക അല്ലേ. നമ്മൾ പ്രഷറൊക്കെ നിങ്ങളുടെ നോക്കാറുണ്ടോ? അടുത്ത് നോക്കിക്കേ, നമ്മുടെ ചൂട് അളക്കാനുള്ള, ഇപ്പം ചൂട് നമ്മുടെ കഷത്തിലൊക്കെ ഇല്ലേ വെച്ചിട്ട് തെർമോമീറ്റർ വെച്ചിട്ടൊക്കെ നോക്കത്തില്ലേ. ഇപ്പം അല്ലാതെ ഇതേലെ ഇതുണ്ട് കേട്ടോ, ശരീരത്തിൻ്റെ ചൂട് അളക്കുന്ന മെഷീൻ കേട്ടോ. നമ്മുടെ കോവിഡ് സമയത്തൊക്കെ നമ്മുടെ ഇതേലെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലോട്ടൊക്കെ ചെല്ലുമ്പോൾ പോയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു 6 പടം തന്നിട്ടുണ്ടോ നിങ്ങൾ? അത്രയേ ഉള്ളൂ. ആ 6 പടത്തിനകത്തിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരെ നമ്മുടെ മലയാളം ടെസ്റ്റ് ആയതുകൊണ്ട് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടോ നിങ്ങൾ നോക്കിയേ. അതിനകത്തിലെ സന്ദർഭം നമ്മൾ ആദ്യം പറഞ്ഞു, മെഷറിങ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്, കുഴിയുടെ ആഴം അളക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. ഒന്നാമത്തെ കുഞ്ഞുങ്ങളെ, കുഴിയുടെ ആഴം അളക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മെഷറിങ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്.
പിറ്റെന്ന് വെച്ചാൽ എന്താ കുഴിയുടെ ആഴം, ഡെപ്ത് എന്ന് വെച്ചാൽ ആഴം. എല്ലാം പഠിച്ചു വെക്കണേ കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷും കൂടെ ഒക്കെ അറിയണേ കേട്ടോ. മലയാളം മീഡിയക്കാർ മലയാളം മാത്രമേ പഠിക്കൂ, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് മാത്രമേ പഠിക്കൂ എന്നല്ല, നമ്മൾ രണ്ടും അറിയണം കേട്ടോ. അതെല്ലാം പിന്നീടായാലും നിങ്ങൾക്ക് ഉപകരിക്കും. എപ്പോഴും ഒരെണ്ണം മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. മെഷർ ചെയ്യാന്ന് വെച്ചാൽ അളക്കുക കേട്ടോ. ഡെപ്ത് എന്ന് വെച്ചാൽ ആഴം. നമ്മൾ താപ്പോട്ട് കിണർ കുഴിക്കുക അല്ലേ, നമ്മൾ കുഴിക്കുക എന്ന് പറയത്തില്ല, അതിൻ്റെ ആഴം ഡെപ്ത്. പിറ്റെന്ന് വെച്ചാൽ കുഴി. പിറ്റെന്ന് വെച്ചാൽ ഒരു കുഴിയുടെ ആഴം അളക്കുന്നത് കേട്ടോ. എങ്ങനെ അളക്കുന്നത്? നീളം, ലെങ്ത് വെച്ചാണ് കേട്ടോ. നീളം എൻ്റെ ഇംഗ്ലീഷായി കൊടുത്തിരിക്കുന്നത് ലെങ്ത്, ഇതൊക്കെ നമുക്കറിയാമല്ലോ. അടുത്ത രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താ നോക്കിയേ, പച്ചക്കറിയുടെ തൂക്കമാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, പച്ചക്കറി തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതും, മെഷറിങ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്. അത് നമുക്കറിയാം അല്ലേ, മെഷറിങ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്. പച്ചക്കറിയുടെ തൂക്കം നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ അളക്കുന്നത്? ത്രാസിൽ വെച്ചാൽ അല്ലേ. അതെങ്ങനെയാണ്? വെയിറ്റ്, മാസ്സാണ് അതിന് കേട്ടല്ലോ. അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഭൗതിക അളവ്, കുറേ എണ്ണത്തിൻ്റെ പേര് തന്നിട്ട് അല്ലെ പടം തന്നിട്ട് അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക അളവ് എന്തുവാന്ന് എഴുതാനാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. അത് ബോക്സ് ഇട്ട് തണ്ട് ഇതുപോലെ ബോക്സിലാവും നിങ്ങളെ തന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷും മലയാളം മീഡിയക്കാർ മലയാളത്തിലുമാണ്. അപ്പോൾ അത് രണ്ടും കൂടിയാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഇതിങ്ങനെ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും പഠിക്കാൻ പറ്റും അല്ലേ. മെഷറിങ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസിലെ പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നത് എപ്പോഴും എന്താ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, നമ്മുടെ ത്രാസിനകത്തിൽ വെച്ചിട്ടില്ലേ. ത്രാസ് തന്നെ പലവിധം ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് മാസം എന്നാണ് പറയുന്നത് കേട്ടോ. കറക്റ്റ് മാസിന് പിണ്ടം എന്നാണ് കേട്ടോ പറയുന്നത് മലയാളത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട, പിണ്ടം എന്ന് പഠിക്കേണ്ട, ആ മാസിന് മാസം എന്ന് തന്നെ അങ്ങ് പഠിച്ചാൽ മതി. അടുത്ത ടൈലേഴ്സ് ടേക്ക് മെഷർമെൻറ്റ്. നോക്കൂ നിങ്ങളെ, അടുത്തത് ടൈലർ, ആ തയ്യക്കാരൻ്റെ, അതെ തയ്യക്കാരൻ അല്ലേ. തയ്യക്കാരൻ്റെ എന്താണ്? ടൈലേഴ്സ് ടേക്ക് മെഷർമെൻറ്റ്. തയ്യൽക്കാരൻ അളവെടുക്കുന്നു. ആ തയ്യൽക്കാരൻ അദ്ദേഹത്തിൻ്റെ അളവെടുക്കുന്നു അല്ലേ. അളവെടുക്കുന്ന എപ്പോഴും എങ്ങനെയാ? നീളം, ലെങ്താണ്. നോക്കണേ, നീളത്തിൻ്റെ ഇംഗ്ലീഷാണ് ലെങ്ത്. അടുത്തത് സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ഇൻ എ റണ്ണിങ് റേസ്. ഓട്ടമത്സരത്തിൽ സ്റ്റോപ്പ് വേണ്ട, ഓട്ടമത്സരത്തിൽ അദ്ദേഹം അവരുടെ ഇരുന്നേതാ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു. എന്തിനാ? എന്ത് വെച്ചാണ്? ടൈം, സമയം അറിയാൻ. ടൈമിൻ്റെ മലയാളം സമയം. ഓക്കെ ആണോ നിങ്ങളെ? ആ 4 എണ്ണം ഓക്കെ ആണോ? 1 2 3 4. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഓക്കെ, മെഷറിങ് ബ്ലഡ് പ്രഷർ. അതിനകത്തിൽ ബ്ലഡിൻ്റെ പ്രഷർ അല്ലേ, ബ്ലഡ് പ്രഷർ അറിയാൻ. രക്തസമ്മർദ്ദം അളക്കുന്നത് എന്താ വെച്ചാൽ പ്രഷർ, മർദ്ദം അറിയാൻ അല്ലേ. മർദ്ദം, പ്രഷറിൻ്റെ മലയാളം എന്താ നിങ്ങളെ? മർദ്ദം. 2 ഇതായിട്ടാലും 1 ഇതായിട്ടാലും ശരിയാണ് കേട്ടോ മർദ്ദത്തിന്. അടുത്തത് മെഷറിങ് ബോഡി ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് അളക്കുന്നത് അല്ലേ. എന്തുവാ? ടെമ്പറേച്ചർ, താപനില അറിയുന്നത് അല്ലേ. ടെമ്പറേച്ചർ, താപനില, ഇതിൻ്റെയൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക മാറ്റങ്ങളാണ്. എന്തോ നിങ്ങളെ മെഷറിങ് ബോഡി ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഏതാണ്? ഇതിൻ്റെ ഈ ബോക്സ് ഓർത്തോണ്ടോ നിങ്ങളെ? ഭൗതിക അളവുകൾ അല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് നമ്മളോട് ചോദിച്ചതിൻ്റെ മലയാളവും ഇംഗ്ലീഷുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ടെസ്റ്റ് നല്ലതുപോലെ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് വേണം പഠിക്കാൻ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത് നോക്കിക്കേ. മേൽ കൊടുത്ത സന്ദർഭങ്ങളെല്ലാം ഭൗതിക അളവുകൾ പ്രായോഗിക പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് പരിചിതമായ കൂടുതൽ ഭൗതിക അളവുകൾ കണ്ടെത്തി എഴുതുക. ഭൗതിക അളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ പറഞ്ഞത്? ഭൗതിക അളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നിങ്ങൾക്കറിയാവുന്ന വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകൾ വല്ലതും ഉണ്ടാവും നിങ്ങളെ അറിയാവുന്ന. അതായത് നമ്മളെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന അളവ് നമ്മളിപ്പോൾ എന്തെങ്കിലും പരപ്പളവ്, ഒരു റെക്റ്റാങ്കിൾ ആയാൽ തന്നെ അതിൻ്റെ പരപ്പളവ്, ഏരിയ എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ചുറ്റുമുള്ള അളവുകൾ അല്ലേ. അത് അളക്കാൻ ഉപയോഗിക്കുന്നത് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഫോഴ്സ് എന്ന് വെച്ചാൽ ബലം. ഫിസിക്സിനകത്തിൽ ഓർമ്മയുണ്ടോ? നമുക്ക് ഈ പ്രാവശ്യം പഠിക്കാം. ഫോഴ്സ്, ബലം. അതുപോലെ തന്നെ വോളിയം. നമ്മളിപ്പോൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക അല്ലേ. അതിൻ്റെ വോളിയം കാണുന്നതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക. വോളിയം കാണുന്നത് എങ്ങനെയാ? നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുമ്പോഴാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം കാണുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകാം ഞങ്ങളെ. അപ്പം നമ്മൾ ഭൗതിക അളവുകൾ എന്നാൽ എന്തെന്ന് പഠിച്ചു അല്ലേ. കുറേ ആൾക്കാരുടെ പടം തന്നിട്ട് അവരൊക്കെ ഏത് ക്വാണ്ടിറ്റിയിലാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാ എന്നൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അത് കൂടാതെ വേറെയും അളവുകളുണ്ട്. ഒരു 3 എണ്ണത്തിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ടെസ്റ്റിനകത്തിൽ അടുത്ത പഠിക്കാനുള്ളത് നോക്കണേ. എല്ലാ ഭൗതിക അളവുകളും നേരിട്ട് അളന്ന് കണ്ടെത്താൻ കഴിയുമോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നേരിട്ട് അളക്കാൻ കഴിയാത്തവയെ മറ്റളവുകളുമായി ബന്ധപ്പെടുത്തി എഴുതാനാകുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ അളവുകളും നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ?
നമുക്ക് ഈ പാഠത്തിനകത്ത് അതിനെക്കുറിച്ച് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുന്നുണ്ടോ നിങ്ങളെ? അടിസ്ഥാന അളവുകളും വിൽപ്പന്ന അളവുകളും വിൽപ്പന്ന അളവുകളും ഇന്നയാണ് അളവുകളും. നോക്കൂ ഞങ്ങളെ, നമ്മളിപ്പോൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക അളവുകൾ അനവധി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇവയിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എടുത്ത് ഞാൻ പറയുമോ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നമ്മുടെ പുതിയ ടെസ്റ്റാണ്, പുതിയ രീതിയിലൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ ക്വസ്റ്റ്യനൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി കുറേശ്ശെ വരി വലിച്ച് ഒരു ചാപ്റ്റർ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാനിരിക്കരുത്, കുറേശ്ശെ പഠിച്ചു പോവുക കേട്ടോ. ഭൗതിക അളവുകൾ എന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരുപാടുണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ്? ഇവയിൽ നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ഭൗതിക അളവുകൾ കഴിഞ്ഞു. അവ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ ആണോ? ഇനി നമ്മൾ പഠിക്കുന്ന ഏതാണ്? അടിസ്ഥാന അളവുകൾ. ടെസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അടിസ്ഥാന അളവുകൾ. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റെല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും എങ്കിൽ എന്താണ് ഈ അടിസ്ഥാന അളവുകൾ? എന്താവും നിങ്ങളെ അടിസ്ഥാന അളവുകളുടെ? ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കിക്കേ, എന്താണ് ഈ അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? കാണാൻ പറ്റുന്നുണ്ടോ? ദേർ ആർ സം ക്വാണ്ടിറ്റീസ്. വായിക്കാൻ അറിയണേ നിങ്ങളെ? ദേർ ആർ സം ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു വൺ അനദർ ആൻഡ് cannot be expressed using other quantities. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഉണ്ടാവും നിങ്ങളെ? ഞാൻ ഇച്ചിരി വലുതായിട്ടൊക്കെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി. ഓക്കെ, ദർ ആർ സം ക്വാണ്ടിറ്റീസ്. നിങ്ങളുടെ ബോക്സിനകത്തിൽ ഈ സംഭവം ഉണ്ട്. ദർ ആർ സം ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു വൺ അനദർ ആൻഡ് cannot be expressed using other quantities. Such quantities are fundamental quantities. മുമ്പ് നമ്മൾ പഠിച്ചത് ഭൗതിക അളവുകൾ അല്ലേ? ഭൗതിക അളവുകൾ പഠിച്ചു. ഇപ്പം നമ്മൾ അടിസ്ഥാന അളവുകൾ. ഈ പാഠത്തിൻ്റെ പേരെ അളവുകളാണേ, ഓർത്തോണേ. ഒരുപാട് അളവുകൾ വരുമ്പം ഒന്നും ഇല്ലാതായി പോകല്ലേ. ഓരോന്നും അതിൻ്റെതായ രീതിയിൽ പഠിച്ചു തരണം. ഭൗതിക അളവുകളും അതിൻ്റെ കുറേ കാര്യങ്ങൾ വരുന്നത് നമ്മൾ ആദ്യം പഠിച്ചത്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് അടിസ്ഥാന അളവുകൾ അല്ലെ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കേട്ടോ. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ കേട്ടോ. പരസ്പരം ബന്ധമില്ലാതെ, നോട്ട് റിലേറ്റഡ്, ഒരു ബന്ധവുമില്ല, അതിൻ്റെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം അത് കേട്ടോ. അടിസ്ഥാന അളവുകൾ എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ, എഴുതിയെടുക്കണേ. അപ്പോൾ അടിസ്ഥാന അളവുകൾ അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. 1.1 സൂചിപ്പിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലെ അടിസ്ഥാന അളവുകൾ കണ്ടെത്തി എഴുതുക. 1.1 എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? നമ്മളുടെ ആദ്യത്തെ ഇതൊക്കെയാണ്. ഇതാണ്ടിത് 1.1 ഈ ചിത്രത്തിൽ കാണപ്പെടുന്ന ഇതിൻ്റെ അടിസ്ഥാന അളവുകൾ അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് 4-മത്തെയാണ് എന്താ അടിസ്ഥാന അളവുകൾ കേട്ടോ. 5-മത്തെ കറക്റ്റായിട്ട് എഴുതിയെടുക്കണം കേട്ടോ, തിരിഞ്ഞു പോകല്ലേ. കാരണം ഇതിൻ്റെ യൂണിറ്റ് ഒക്കെ വരുമ്പോൾ ഇത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നോക്കൂ നിങ്ങളെ. അടിസ്ഥാന അളവുകൾ ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാ? നീളം, സമയം, മാസ്, താപനില, വൈദ്യുത പ്രവാഹ തീവ്രത, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. ഇതെല്ലാം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാ? ലെങ്ത്, ടൈം, മാസ്, ടെമ്പറേച്ചർ. അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ് കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ടോ നിങ്ങളെ? കണ്ടേ ഇതിനകത്ത് കിടപ്പുണ്ട്. ഭൗതിക അളവുകൾ അനവധിയുണ്ട്. ഇവയിൽ ഏതൊക്കെയാ നമ്മൾ പഠിക്കുന്നത്? അടിസ്ഥാന അളവുകളാണ് കേട്ടോ. നീളം, സമയം, മാസ്, താപനില, വൈദ്യുത പ്രവാഹ തീവ്രത, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. ലൂമിനസ്, പ്രകാശം എന്ന് വെച്ചാൽ ലൂമിനസ് ആട്ടോ. ലൂമിനസ്, ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, മാസ്, ടൈം, ലെങ്ത്. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയണേ. ഇത്രയും ഓക്കെ ആണോ? 5 ഓക്കെ ആണോ നിങ്ങളെ? അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതാമല്ലോ. ഓക്കെ ആണേ? അടുത്ത് നോക്കിയോ നിങ്ങളെ? നിത്യജീവിതത്തിൽ നാം അടിസ്ഥാന അളവുകൾ മാത്രമാണോ ഉപയോഗിക്കുന്നത്?
ചിത്രങ്ങൾ നോക്കൂ. ഇവയെ ഓരോന്നും സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിലെ ഭൗതിക അളവുകൾ ഏതെല്ലാം? ഞാൻ ഈ മലയാളം വായിക്കുന്നെങ്കിലും ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഭൗതിക അളവുകൾ കേട്ടോ. നോട്ടിനകത്തിലല്ല. ഇപ്പം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വായിക്കുമ്പോൾ. പടങ്ങളൊക്കെ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും കണ്ട് മനസ്സിലാക്കുക കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് എൻ്റെ നോട്ട് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മലയാളം മീഡിയത്തിൻ്റെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പാടാ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഭൗതിക അളവുകൾ അല്ലേ. അതുപോലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാന അളവുകൾ കേട്ടോ. അത് തിരിഞ്ഞു പോവല്ലേ, എല്ലാം നല്ല എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, പടം തൊടുത്തിട്ടുണ്ട്, ചിത്രം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ പെയിന്റ് അടിക്കുന്നതിനെ കുറിച്ച്. ചിത്രങ്ങൾ നോക്കൂ. ഇവയെ ഓരോന്നും സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഭൗതിക അളവുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. നോക്കൂ നിങ്ങളെ, ഇവിടെ ഒരു പടം തന്നിട്ടുണ്ട്. ഇതിൻ്റെ പെയിന്റ് അടിക്കുന്നതിനെ കുറിച്ചാണ്. നോക്കിക്കുക, 2.4, 1.3 3 ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതായിട്ടാണ്. ഇവിടെയും എന്താണ്, മരുന്നോ ഏതാണ്ട് ഒരു മരുന്ന് ഒഴിക്കുന്നതായിട്ടാണ്. ഇതൊക്കെ എന്താ, ഇത് രണ്ടും നമുക്ക് ലിക്വിഡായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇതോ പെയിൻറ്റിങ് ആണ് അല്ലേ. അപ്പം നമ്മൾ ഇവയെ ഓരോന്നും കണ്ടെത്തുന്ന വിധം രേഖപ്പെടുത്തി പട്ടിക ഉചിതമായിട്ട് പൂരിപ്പിക്കുക എന്നാണ് നമ്മുടെ ടെസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. നോക്കാം കുഞ്ഞുങ്ങളെ. അണ്ടേ, ചുമർ പെയിൻറ്റിങ് ചെയ്യുന്നതിന് ഞാൻ ഇംഗ്ലീഷ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഫോർ പെയിൻറ്റിങ് ദ വാൾ. ഇവിടെ ഫസ്റ്റ് പെയിൻറ്റിങ് ദ വാളാണ് കേട്ടോ. അത് നോക്കിയേ, ചുമർ പെയിൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? അതിൻ്റെ താഴത്തെ ഈ ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതാ ചുമർ പെയിൻറ്റ് ചെയ്യുന്നതിന് പരപ്പളവെന്ന് വെച്ചാൽ ഏരിയ എന്നാണ്. ഇംഗ്ലീഷാണ് ഈ കൊടുത്തിരിക്കുന്നത്. ചുമർ പെയിൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫോർ പെയിൻറ്റിങ് ദ വാള്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം അതായത് അതിൻ്റെ മലയാളം അർത്ഥം അറിയാമെങ്കിൽ എളുപ്പം എഴുതരുതോ. ഭൗതിക അളവെന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താ പരപ്പളവ് കാണുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് അല്ലേ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നോക്കിയേ, L ഇൻറ്റു B ആണ് കേട്ടോ. L ഇൻറ്റു B, നീളം ഗുണം ബ്രെഡ്ത്ത്. ആ ഇക്വേഷൻ ഓർത്തോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ അവിടെ പെയിൻറ്റിങ്ങിൻ്റെ ആണ് L ഇൻറ്റു B. അതായത് അതെ, ഈ ഇക്വേഷൻ നല്ലപോലെ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ നോക്കിക്കേ, ഇവിടെ ലിക്വിഡാണ് അല്ലേ. മരുന്നിൻ്റെയോ അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെയോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മെഡിസിനോ അല്ലെങ്കിൽ ലിക്വിഡോ അല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ. മരുന്നിൻ്റെ അളവെന്നോ, മെഡിസിൻ ക്വാണ്ടിറ്റി അല്ലെ ദ്രാവകത്തിൻ്റെ അളവ് കേട്ടോ. മരുന്ന് എന്ത്, ലിക്വിഡ് എന്ത് വസ്തു ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ. അതെന്താ, അതിനെ നമുക്ക് എങ്ങനെ കഴിയുന്നത്? ലിക്വിഡുകൾ എപ്പോഴും നമ്മൾ അതിൻ്റെ വോളിയമാണ് എടുക്കേണ്ടത് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്നാണ് പറയേണ്ടത്. നിങ്ങളത് ഓരോന്നും നമ്മൾ പഠിക്കുന്ന അളവുകളെക്കുറിച്ചാണ് അല്ലെ മെഷർമെൻറ്റുകളെ കുറിച്ചാണ് നല്ലതുപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. പെയിൻറ്റ് അടിക്കുന്നതിൻ്റെ പടമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അല്ലേ. ചുമര് പെയിൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്തൊക്കെയാണ്, ഇവിടെ കുറേ മെഷർ തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ. പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയയാണ് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? ഏരിയയാണ്. അപ്പോൾ പരപ്പളവ് കാണുന്ന ഏരിയ ഇവിടെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്ത് ഇൻറ്റു വീതിയാണ്, ഡാഷ് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് തന്നിട്ടുണ്ട്. എന്താ? ലെങ്ത്. നമുക്ക് അത്രയും ക്ലൂ തന്നിട്ടുണ്ട്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആവും നിങ്ങളെ, നീളം ഗുണം വീതി. അപ്പോൾ അത് എഴുതി കൂടായോ? അടുത്ത് നോക്കിയാൽ മരുന്ന് അല്ലെ ദ്രാവകത്തിൻ്റെ അളവ്, അത് നമുക്ക് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. ലിക്വിഡുകൾ എപ്പോഴും വോളിയമാണ് കേട്ടോ, വോളിയം. അപ്പോൾ എന്താ, അളവ് ജാറിൻ്റെ ചുറ്റളവ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ ചുറ്റളവ്, അതിൻ്റെയും വോളിയം കാണുന്നതിനുള്ള ഇതെന്താ? നീളം ഗുണം വീതി ഗുണം ഉയരം കേട്ടോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഈ രണ്ട് ഇക്വേഷൻ എന്ന് വെച്ചാൽ ലിക്വിഡായിട്ടുള്ള ഒരു വസ്തുവാണെങ്കിൽ അതിൻ്റെ വോളിയം കാണുന്നത് L ഇൻറ്റു B ഇൻറ്റു H ആണ്. അല്ലാതെ എന്താ ഇത് സ്ക്വയർ അല്ലേ, നീളം ഗുണം വീതി എന്തോ നിങ്ങളെ റെക്റ്റാങ്കിളിൻ്റെ അല്ലേ, L ഇൻറ്റു B അല്ലേ, മറ്റേ L ഇൻറ്റു B. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ നോക്കി, ഇവിടുത്തെ മെഷറല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റും സെയിം ആയിരിക്കും. അപ്പോൾ അത് നമുക്കിവിടെ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതിക അളവ്, ഏരിയ കാണുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. മരുന്നെന്ന് വെച്ചാൽ ലിക്വിഡാണ്. ലിക്വിഡ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഒഴിക്കുന്ന അല്ലേ, വെള്ളം, എണ്ണ, പെട്രോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ലിക്വിഡാണ്. അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണുന്നത് നീളം ഗുണം വീതി ഗുണം ഹൈറ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത പരപ്പളവ്, വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഇവിടെ ഏതെല്ലാം അളവുകളാണ് നമ്മൾ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളെ? പരപ്പളവ് അല്ലെങ്കിൽ ഈ വ്യാപ്തം ഇവ കാണാൻ നമ്മൾ ഏതെല്ലാം അളവുകളാണ് എടുത്തത്? നീളം എടുത്തിട്ടുണ്ട് അല്ലേ, നീളം എടുത്തിട്ടുണ്ട്, ലെങ്ത് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രെഡ്ത്ത് എടുത്തിട്ടുണ്ട്. ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? വീതി. ഈ രണ്ടും കൂടെ ആയതുകൊണ്ടേ
ബ്രെഡ്ത്ത് കേട്ടോ. രണ്ടും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകും. നീളം എന്ന് വെച്ചാൽ എന്താ? ലെങ്ത്. L/B. നീളം എടുത്തിട്ടുണ്ട്, വീതി എടുത്തു. എന്തെല്ലാം നമ്മളോട് എടുത്തെന്നാ ചോദിച്ചത്. അതുപോലെ തന്നെ വോളിയത്തിലോ, വോളിയം എന്താവും നിങ്ങളെ? നീളം എടുത്തിട്ടുണ്ട് അല്ലേ, ലെങ്ത് എടുത്തിട്ടുണ്ട്, ബ്രെഡ്ത്ത് എടുത്തിട്ടുണ്ട്, ഹൈറ്റ് എടുത്തിട്ടുണ്ട്. നീളം എടുത്തിട്ടുണ്ട്, വീതി എടുത്തിട്ടുണ്ട്, ഹൈറ്റ് എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം തന്നെയാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ആണോ? രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരമാണോ കുഞ്ഞുങ്ങളെ? കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എൻ്റെ ബാക്കിയായിട്ട് ഇപ്പുറത്ത് കാണും. രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും വന്നത് ആരാന്ന് നോക്കിയേ? നീളമുണ്ട് അല്ലേ, വീതിയുണ്ട് അല്ലേ, ഹൈറ്റ് ഒരിടത്തേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തോന്നറിയോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ നമ്മൾ സൂചിപ്പിക്കുന്നു. പരപ്പളവ്, വ്യാപ്തം, അതായത് ഏരിയ, വോളിയം, ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ കുഞ്ഞുങ്ങളെ, ഏരിയ, വോളിയം എന്നിങ്ങനെയുള്ള മെഷർമെൻറ്റ് കണ്ടെത്താൻ നമ്മൾ നീളം എന്ന അടിസ്ഥാന അളവിനെ ഉപയോഗിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ, വ്യാപ്തം എന്ന് വെച്ചാൽ വോളിയം. ഇത് കണ്ടെത്താൻ നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? ലെങ്ത് അല്ലെങ്കിൽ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കും. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റളവുകളെ നമ്മൾ വിൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത്. എങ്കിൽ വിൽപ്പന്ന അളവുകളെ ഒരു നിർവചനം നമുക്ക് നോക്കാം. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കി, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? അപ്പം നമ്മൾ എന്തൊക്കെ ക്വാണ്ടിറ്റിയാണ് പഠിച്ചത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓരോന്നും പഠിച്ചു പോണേ കുഞ്ഞുങ്ങൾ കേട്ടോ, മറക്കല്ലേ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് യൂസിങ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. എന്താ? അടിസ്ഥാന അളവുകൾ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മുമ്പ് നമ്മൾ പഠിച്ചല്ലേ. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെയാണ് നമ്മൾ വിൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവ്. ഇപ്പൊ നമ്മൾ നീളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ വോളിയവും ഏരിയയും എടുത്തപ്പോൾ അതിനകത്തുള്ള രണ്ടിലും ആരാ കുഞ്ഞുങ്ങളെ വന്നേ? നീളം, ലെങ്ത് വന്നിട്ടുണ്ടല്ലേ. അങ്ങനെയുള്ള കേട്ടോ, അങ്ങനെ പറ്റുന്നതിനെ എന്തെന്ന് വിൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് എന്താണെന്ന് അങ്ങ് പഠിക്കുക. അഥവാ നിങ്ങൾക്ക് തിരിഞ്ഞു പോകുന്നെങ്കിൽ ഈ 3 എണ്ണം എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത അവരൊരു ഗ്യാസ് സിലിണ്ടറിന്റെ പടം കൊടുത്തിട്ടുണ്ടോ? ഒരു ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. മാസം എന്ന് വെച്ചാൽ വെയിറ്റിനെയാണ് കുഞ്ഞുങ്ങളെ ഈ പറയുന്നത് കേട്ടോ. വെയിറ്റ് കേട്ടോ, ഭാരം. മാസം എന്ന് വെച്ചാൽ ഭാരം. ഒരു ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ കുഞ്ഞുങ്ങളെ, 14.2 kg. നോക്കണേ അവിടെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്നറിയോ? സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് കിലോഗ്രാം ആണ്. എന്തുകൊണ്ടാണ് അവിടെ കിലോഗ്രാം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാവും ഞങ്ങളെ കിലോഗ്രാം? നോക്കിയേ, 14.2 kg. എന്തിനാ അവിടെ kg എന്ന് ഇട്ടത്? നോക്കൂ, ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും സംഖ്യ എന്ന് വെച്ചാൽ ഇത് എത്ര കിലോ ഉണ്ടെന്ന്, ഇപ്പോൾ 15 കിലോ, ചിലത് 16.5, ചിലത് 17.5 അല്ലേ, ഏതെങ്കിലും ഒരു മെഷർ ഇടും അവിടെ, ഏതെങ്കിലും ഒരു സംഖ്യ ഇടുവെന്ന്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ഗ്യാസിൻ്റെ കുറ്റിയിലും അടുക്കളയിൽ പോയി നോക്കിയാൽ മതി. അതേ 15.5 16.6 ഏതെങ്കിലും ഒരു സംഖ്യയുടെ നമ്പർ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ എന്താ കൊടുത്തേക്കുന്നത് നോക്കിയേ? kg എന്ന് വെച്ചാൽ കിലോഗ്രാം. അതിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് ഇംഗ്ലീഷ് പറയും. എന്താ നിങ്ങളെ? മാഗ്നിറ്റ്യൂഡ്. കിലോഗ്രാം എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വല്ല മനസ്സിലായോ? ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അല്ലെ കിലോഗ്രാം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണത് കേട്ടോ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാൽ എന്തെന്ന് എഴുതിയിട്ട് ഒരു മാസ് റിക്കോർഡഡ് ഓൺ ദ സിലിണ്ടർ kg എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഇനി നമ്മൾ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് റഫായിട്ട് ഞാൻ കൊടുത്തതേ ഉള്ളൂ. 14.2 നമ്പർ എഴുതിയിട്ട് എന്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് നിങ്ങളെ? കിലോഗ്രാം. അതിൻ്റെ യൂണിറ്റ് കൂടി കൊടുക്കണമെന്ന്. 8 ഓക്കെ ആണോ? അടുത്ത 9ാമത്തെ നോക്കിയോ നിങ്ങളെ, അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? വേണ്ടേ? ഒരാളുടെ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, താപനില അറിയാൻ നമ്മൾ മുമ്പ് പറഞ്ഞതാ അല്ലേ, അവരുടെ ചൂട് എത്ര ഉണ്ടെന്ന്. ചൂട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അറിയുന്നത്. ഇനി ഈ കുട്ടിയുടെ നീളം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത് നോക്കിയേ, വെയിറ്റ് ആണ്. ഇപ്പം നോക്കിയേ, 1 കിലോഗ്രാം, 1 ലിറ്റർ എന്നിങ്ങനെ ഇത് മെഷീൻ കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ? ഒരു ഭൗതിക അളവ്. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് രണ്ടും പഠിക്കാം. നോക്കൂ നിങ്ങളെ, ചിത്രം 1
ചിത്രം 1 നോക്കിക്കേ. അവിടെ നമുക്ക് താപനിലയാണ് കൊടുത്തേക്കുന്നത്. ആ കൊച്ചിൻ്റെ താപനില കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? നോക്കിക്കേ, ഞാൻ അതുകൊണ്ട് ചിത്രം 1 നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ടെമ്പറേച്ചറാണ് അല്ലേ, താപനിലയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എത്ര? 37.8 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയാണ് ആ കൊച്ചിൻ്റെ? 37.8 ആണ് അല്ലേ. അത് ഏത് യൂണിറ്റിലാണ്? നമ്മുടെ താപനില ഏത് യൂണിറ്റിലാണ് എടുക്കുന്നത്? ഏതാ കുഞ്ഞുങ്ങളെ? ഡിഗ്രി സെൽഷ്യസിലാണ്. താപനില എപ്പോഴും എന്താ? ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. താപനില എന്താ കുഞ്ഞുങ്ങളെ? ഡിഗ്രി സെൽഷ്യസിലാണ് എടുക്കുന്നത്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ റെക്കോർഡിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ രേഖപ്പെടുത്തുന്നത്? ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇപ്പം 37.8 എന്ന് അതിൽ കാണിച്ചു, മീറ്ററിൽ കാണിച്ചു അല്ലേ. അപ്പോൾ അതിനെ തണ്ടി മേളിൽ ഒരു കുഞ്ഞു പൂജ്യം, അതിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. സി എന്ന് വെച്ചാൽ സെൽഷ്യസ്. മനസ്സിലായോ? മേളിൽ ഒരു കുഞ്ഞു പൂജ്യം ഇടുന്നതിനെ ഡിഗ്രി എന്നും അതിനെ സി എന്ന് കാണിക്കുന്നത് സെൽഷ്യസ് എന്നും പറയുന്നു. ഓക്കെ ആണോ അത്? ഇപ്പം മനസ്സിലാവുന്നുണ്ടോ താപനില? ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിയേ. ആ കൊച്ചു പയ്യൻ്റെ നീളമാണ് അല്ലേ. പയ്യൻ്റെ നീളം നോക്കൂ നിങ്ങളെ. അപ്പം നീളം എടുക്കുന്നത് അല്ലേ, നീളം നമുക്ക് മനസ്സിലാവും. അപ്പം ലെങ്താണ്. എത്രയാണ് നീളം എന്നാണ് ഇവിടെ? ഏകദേശം ഒരു 163. നിങ്ങളുടെ ടെസ്റ്റിൽ എന്തോന്ന് വെച്ചാൽ നോക്കണേ. ഏകദേശം ഒരു 160-നും 165-നും ഇടയ്ക്കായിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു 164 ഞാനങ്ങ് എഴുതി. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അതിലാ കൊടുത്തേന്ന് വെച്ചാൽ എഴുതാം. സംഭവം പിടികിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അതെന്താ? സെൻറ്റിമീറ്ററിലാണ്. അതിൻ്റെ യൂണിറ്റ് എന്താവും നിങ്ങളെ? സെൻറ്റിമീറ്റർ. നീളം അളക്കുന്നത് സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 164 അല്ലെ 164 സെൻറ്റിമീറ്റർ എന്ന് എഴുതും. മനസ്സിലായോ? മൂന്നാമത്തെ പടം കണ്ടോ? നടെ മെഷർ കിലോഗ്രാം അല്ലേ. അത് നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, മാസ്. വെയിറ്റ് എപ്പോഴും എന്താ? വെയിറ്റ് എന്നല്ല കുഞ്ഞുങ്ങളെ നമ്മൾ ഫിസിക്സിൽ എഴുതുന്നത് മാസ് എന്നാണ് കേട്ടോ. നമ്മൾ ഭാരം അല്ലെ വെയിറ്റ്, അത്രയും വെയിറ്റ് ഉണ്ട് എടുത്തോണ്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറയുമോ? ഇല്ല, മാസ് എന്നാണ് കേട്ടോ. മാസ്. ഇവിടെ എത്ര കിലോയാണ് കൊടുത്തേക്കുന്നത്? ഇവിടെ 1 കിലോ, ഇവിടെ 1 കിലോ അല്ലേ. അല്ലെങ്കിൽ എത്ര ആണോ നമുക്ക് ഈ പടം തന്നെ ആവണമെന്നില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എത്ര ആണോ നമ്മളോട്? ഇപ്പോൾ 2 കിലോ ആണെങ്കിൽ 2, ഇവിടെ 1 കിലോ ആണെങ്കിൽ 1 കിലോ, ഇവിടെ 2 പറഞ്ഞെങ്കിലും 3, 4 എത്ര ആണോ നമ്മളിവിടെ എഴുതുന്നത് അത് എഴുതുക. 1 എന്നാണ് നമ്മുടെ ടെസ്റ്റിൽ അല്ലേ. 1 kg എന്നല്ലേ. അപ്പോൾ നമുക്ക് 1 ഇട്ടാൽ മതി. 1 kg നമ്പർ അല്ലേ. അതിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? 1 കിലോഗ്രാം കണ്ടോ, 1 കിലോഗ്രാം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതണം? 1 kg. കിലോഗ്രാമിന് kg. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? അതായത് ഭൗതിക അളവ്. അതായത് നമുക്ക് പിക്ചർ തന്നിട്ട് അതിൻ്റെ അളവ് എഴുതാൻ ഇതാണ് ഭൗതിക അളവ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി കേട്ടോ. പടം നോക്കിയിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ അത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഒന്നാമത്തെ ആ കൊച്ചിൻ്റെ ചൂട് എത്രയാണ്, രണ്ടാമത്തെ ആ പയ്യൻ്റെ നീളം എത്ര, ഇത് എത്ര നീളം എത്രയാണ്, മൂന്നാമത്തെ ഇതിൻ്റെ അളവ് എത്രയാണ്, അതായി കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ സംഖ്യയിൽ എഴുതുന്നത് എങ്ങനെയാണ്? അതിൻ്റെയൊക്കെ ഡിഗ്രി യൂണിറ്റ് എന്താണ്? ഡിഗ്രി അല്ല കുഞ്ഞുങ്ങളെ, യൂണിറ്റ് എന്താണ്? അത് എങ്ങനെയാണ് എഴുതുന്നത്? ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അടുത്ത അതിൻ്റെ 10ാമത്തെ നോക്കുഞ്ഞുങ്ങളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം. എന്താ നിങ്ങളെ? നമ്മളിപ്പോൾ ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും അതിൻ്റെ യൂണിറ്റും ചേർത്ത് എഴുതണം. ടു സ്റ്റേറ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇറ്റ്സ് ന്യൂമറിക്കൽ വാല്യൂ ആൻഡ് യൂണിറ്റ് മസ്റ്റ് ബി റിട്ടൺ ടുഗദർ. അതായത് ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ റൈസ് അരി മേടിക്കാൻ പോവുകയാണ്. കടയിൽ റൈസ് എന്ന് എഴുതിയിട്ട് നമ്മൾ എത്ര വേണ്ടതെന്ന് കടക്കാരനോട് പറയണ്ടേ? അപ്പം ഞാൻ എന്താ പറഞ്ഞത്? 5 എന്നല്ല എഴുതേണ്ടത്. എന്താ? എനിക്ക് 5 kg 5 കിലോഗ്രാം വേണം. kg എന്ന് വെച്ചാൽ കിലോഗ്രാം വേണം. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? ഇപ്പം എനിക്ക് പഞ്ചസാര വേണം, ഷുഗർ വേണം അല്ലേ. പഞ്ചസാര എന്ന് എഴുതിയാലും മതി കേട്ടോ. ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ച് പഞ്ചസാര മലയാളം മീഡിയക്കാർക്ക് പഞ്ചസാര എന്ന് എഴുതി കടക്കാരൻ്റെ കൈ കൊണ്ട് കൊടുക്കുവാണോ? അല്ല. എത്ര? എനിക്ക് 3 kg ലിറ്റർ എന്നാണോ അവിടെ എഴുതുന്നത്? എന്തുകൊണ്ടാണ്? അത് ലിക്വിഡ് അല്ല അല്ലേ, സോളിഡ് ആയതുകൊണ്ടാണ്. ഇനി അത് പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് അല്ലേ. അരിയും പഞ്ചസാരയും തേയിലയും ഒക്കെ നമ്മളെന്താ kg-യിലാണ് കേട്ടോ. ഇപ്പം മനസ്സിലായോ? അപ്പം നമ്മൾ ഈ നമ്പർ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് വേണം? അതിൻ്റെ യൂണിറ്റ് ന്യൂമറിക്കൽ വാല്യൂ എന്നാവും ഞങ്ങൾ ഇതിന് പറയുന്നത്. 2, 3, 5, 7, 9 എന്നൊക്കെ നമ്മൾ കിലോ പറയുന്നത് ന്യൂമറിക്കൽ നമ്പർ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ എന്തുകൂടെ എഴുതണം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ യൂണിറ്റ്. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ഞാനിപ്പം വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണ മേടിക്കാൻ പോവാം. വെളിച്ചെണ്ണ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ എങ്ങനെ എഴുതുന്നത്? എനിക്ക് എത്ര വേണമെന്ന് വേണ്ടായോ നിങ്ങളെ? വെളിച്ചെണ്ണ മേടിക്കാൻ പോവുകയാണ്. കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ മേടിക്കാൻ പോകുമ്പോൾ എനിക്ക് എത്ര വേണം? വെളിച്ചെണ്ണ താ എന്ന് നമ്മൾ കടയിൽ ചെന്ന് പറയുമോ? ഇല്ല. എന്ത് പറയും? എനിക്ക് 2 ലിറ്റർ, 2 കിലോ എന്നല്ല 2 ലിറ്ററാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കവറിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും വായിക്കാൻ അറിയാമല്ലോ. അപ്പോൾ ആ ലിറ്റർ എന്നായിരിക്കും അവിടെ, കിലോ എന്നല്ല നിങ്ങളെ 2 ലിറ്റർ കേട്ടോ. ഇപ്പോൾ പിടികിട്ടിയോ?
അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതലായിട്ട് തരുന്നില്ല. ആ 10 എണ്ണവും വൃത്തിയായിട്ട് എഴുതിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കുഞ്ഞുങ്ങളെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. ഞാൻ ബാക്കി ഇങ്ങോട്ട് ഇടാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.